നമ്മൾ ഹിന്ദിക്കാരെത്തുന്ന എപ്പോഴും കേൾക്കുന്ന ഒരു ഹിന്ദി വേർഡാണ്. ഞാൻ പറയട്ടത്, ക്യാത്തും ചില്ലാരെ, ക്യാത്തും ചില്ലാരെ യാർ, ക്യാത്തും ചില്ലാരെ. ഈ എന്താ ചില്ലാരെ എന്നുള്ള അർത്ഥം അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുമോ? വായിച്ച് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് വീഡിയോ മുഴുവൻ കാണുന്നതിന് കമൻറ്റ് ചെയ്തോളൂ. ക്യാത്തും ചില്ലാരെ യാർ, ക്യാത്തും ചില്ലാരെ. ഇവിടെ യഥാർത്ഥത്തിൻ്റെ അർത്ഥം നീ എന്താ ബഹളം വെക്കുന്നതെന്നാണ്. നീ എന്താ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണത്, നീ എന്താ ബഹളം വെക്കുന്നത്. സാധാരണഗതി സംസാര ഭാഷയിൽ ദേഷ്യം പിടിക്കുന്നത് എന്ന അർത്ഥത്തിനാണ് പറയൽ. ക്യാത്തും ഗുസ്സാക്കറെത്തും, ഗുസ്സാക്കറിനാണ് ദേഷ്യം പിടിക്കുക. അപ്പോൾ പറയും ചില്ലാരെത്തും, ക്യാ ചില്ലാരെത്തും, നീ എന്താ അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്. ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നതിനെ ചില്ലാന എന്ന് പറയും. ഓക്കെ, ചില്ലാരെ, ഓ ക്യാ ചില്ലാരെ നീ പത്താ മുझे. ഈ ചങ്ങാതി എന്താ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ബഹളം വെക്കുക, ദേഷ്യം പിടിക്കുക എന്ന അർത്ഥത്തിനാണ്. അപ്പം ദേഷ്യത്തിന് സാധാരണ ഗുസ്സ, മുझे ഗുസ്സ ഓരേ തും പർ, മുझे ഗുസ്സ ഓരേ, എൻ്റെ പേർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഗുസ്സ ഓരേ, ക്യാ ഗുസ്സ സെ ബാത് കർ രഹേ തും, ക്യാ ഗുസ്സ സെ ബാത് കർ രഹേ തും, ക്യാ ഗുസ്സ സെ ബാത് കർ രഹേ തും, അങ്ങനെ പറയുള്ളൂ. ബാത് കർ രഹേ ഹേ എന്നൊന്നും സംസാരിക്കുമ്പോൾ കേൾക്കൂല. എന്താളാതിങ്ങനെ ഉറക്ക വർത്താനം പറയണേ, എന്താളാതിങ്ങനെ ചൂടാണെന്നൊക്കെ കേൾക്കുള്ളൂ. ഈ വാക്കാണ് ആ ഒരു നോർമലി സംസാരത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. ക്യാ തും ഗുസ്സ ഹോരേ തുംകോ, ഗുസ്സ ഒരു ദേഷ്യം വരുന്നുണ്ടല്ലേ നിനക്ക്, ക്യാ ഗുസ്സ സെ ബാത് മത് കറോ. ഓക്കെ, പിന്നെ അതുപോലെ നറം സി ബാത് കറോ. നറം, നറം എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ട്. നറം സി ബാത് കറോ, നറം സെ ബാത് കറോ. നറം സെ ബാത് കറ എന്നാൽ പിന്നെ എന്താണ്, വളരെ സോഫ്റ്റ് ആയിട്ട് ശാന്തമായി സംസാരിക്കണം. നറം സെ ബാത് കറന ചില്ലാനാനേ, ചില്ലാരെ മത്, മത് ചില്ലാനത്തും, മത് ചില്ല എന്നത് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കരുത്, ബഹളം വെക്കരുത്. മത് ചില്ലാരെ, മത് ചില്ലാന എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. നറം സി, നറം കി ബാത് കർണ ഹേ ആത്മിയോ സെ. നറം കി ബാത്, നറം കർണ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം. സഹത് സെ നെയ്, സഹത് സെ ടഫായിട്ട് വർത്താനം പറയരുത്. സഹത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ടൈറ്റ്. അപ്പോൾ സഹത് സെ നെയ്, നറം സെ ഹി ബാത് കർണ ഹേ. അപ്പോൾ കുറേ വാക്ക്, നറം, സഹത്, ഗുസ്സ, ചില്ലാന, 4 വാക്കുകൾ പ്രധാനമായിട്ട് പഠിച്ചു. ഇതേപോലെയാണ് ഹിന്ദിക്കാർ അവരുടെ സംസാര ഭാഷയിൽ ഉണ്ടാവുക, സംസാരിക്കുക എന്ന് മനസ്സിലാക്കി. അതുപോലെ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണം. ഹിന്ദി യൂണി അക്കാഡമി പുതിയ ബാച്ച് എല്ലാ ആഴ്ചയിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഹിന്ദിക്കാരെ പോലെ സംസാരിക്കാം. ഇനി ആപ്കാ ധന്യവാദ്, ബഹുത് ശുക്രിയ.